നമുക്ക് നിങ്ങളുടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. ശിവായ നൈറ്റ് ഓഫ് വാൻസ്, വേൾഡ്, 10 ഓഫ് വാൻസ്, ഓക്കെ, 7 ഓഫ് വാൻസ്, എംപറർ, 8 ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, ഫൂൾ, മൂൺ, ലവേഴ്സ്. വെരി ഗുഡ്. നൈറ്റ് ഓഫ് വാൻസ് നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നു. പക്ഷെ ലോങ് ഡിസ്റ്റൻസിൽ നിന്നും ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇച്ചിരി പ്രബലനായ ഒരു വ്യക്തിയാണ് എന്ന്, പ്രബലയായ വ്യക്തിയാണ് എന്ന് കാണുന്നു കേട്ടോ. കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ആ സ്ഥലത്ത് ഇവരെ അറിയാം. നല്ലൊരു ജോലിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഇവരെ 4 പേർക്ക് അറിയാം എന്നുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ സോഷ്യൽ ഇമേജ്, സ്റ്റാറ്റസ്, അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചേ മതിയാകൂ. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് സാധിക്കുള്ളൂ എന്ന് കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിലാണ് എപ്പോഴും ഇവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നും കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇവർ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വല്ലാത്ത ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറെടുക്കുന്നതായിട്ടുമാണ് കാണുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ലോങ് ഡിസ്റ്റൻസിൽ പോയവിടെ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനും അവരുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കി അവരുടെ ഫീലിങ്സ് കൃത്യമായി മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി. നിങ്ങളെ പ്രതി അവർക്കുള്ള ഫീലിങ്സ് എന്താണ് എന്നവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയധികം ഇമോഷൻസ്, ഓവർവെൽമിങ് ഇമോഷൻസാണ് അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. സ്നേഹം, വിരഹം, സങ്കടം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, അവരുടെ സ്നേഹം വെളിപ്പെടുത്തണം. ഒരുപാട് സ്നേഹം തന്നെയാണ്. ബേസ് കാർഡ് നമുക്ക് എന്താണ് കിട്ടിയത്? ലവേഴ്സാണ് കിട്ടിയത് അല്ലേ, ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പോൾ പ്രബലമായിട്ടുള്ള വികാരം എന്താണ്? സ്നേഹം തന്നെയാണ്, മിസ്സിങ് എനർജിയാണ്. ഓക്കെ, അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്ത് തന്നെ ആയാലും ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാം. എന്ത് ഈഗോ ഇഷ്യൂസ്, എന്ത് തടസ്സങ്ങൾ, സോഷ്യൽ സ്റ്റാറ്റസ്, വോട്ടെവർ എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, മനസ്സമാധാനമായിട്ട് കുറച്ച് സമയം നിങ്ങളുമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ച് സ്പെൻഡ് ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ.